ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എന്താണെന്നറിയില്ല, ജിമ്മിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പ്. എല്ലാ ദിവസവും വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പും കൊണ്ടാണ്. അപ്പോൾ തിരികെ വന്ന് ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ കഴിക്കുന്നത് 2 മൾട്ടിഗ്രെയിൻ ബ്രെഡും കുറച്ച് ഗ്രീൻ പീസ് കറിയും ഒരു പുഴുങ്ങിയ മുട്ടയും സ്ട്രോബെറിയും പിന്നെ കുറച്ച് ചായ കേട്ടോ. ചായയിൽ മധുരം ഇട്ടിട്ടില്ല. എന്നെ പോലെ ഇങ്ങനെ ജിമ്മിൽ പോയി കഴിഞ്ഞ് തിരികെ വന്നാൽ നിങ്ങൾക്കും ഭയങ്കര വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ജിമ്മിൽ പോകുന്നതിന് മുന്നേ വരെ ഞാൻ അതിൻ്റെ പകുതി ഫുഡായിരിക്കും കഴിക്കുന്നത്. പക്ഷേ അതിന് ശേഷം അതിൻ്റെ ഇരട്ടി കഴിക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കൊരു പൊതിച്ചോറ് കഴിക്കാൻ തോന്നി. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു എനിക്ക് ഒറ്റ ഒരാൾക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, ഇത്രയും വൃത്തിയായിട്ടൊരു പൊതിച്ചോറ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കുറേ ചോറിന് കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി കൂടുതൽ ചോറെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കഴിക്കാനിരിക്കുവാണേ. അതിനകത്താണെങ്കിൽ എനിക്കിഷ്ടമല്ലാത്ത കറികൾ. ഒന്നാമത്തെ ചെമ്മീൻ ചമ്മന്തി, അതെനിക്കിഷ്ടമല്ല. പിന്നെ ക്യാബേജ് തോരൻ എനിക്ക് നേരെ കണ്ടുകൂടാ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കറികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഇങ്ങനത്തെ കറികളൊന്നും ഞാൻ തൊട്ടുപോലും നോക്കാറില്ല. അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പായസം കൂടി മേടിച്ചു കേട്ടോ. പായസത്തിൽ ഞാനിങ്ങനെ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കഴിച്ചു. എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി ചോറ് മോശമായതുകൊണ്ടാണോ എന്നറിയില്ല, പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരിപ്പ് പായസം കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രോബെറി അധികം വീട്ടിലുണ്ടായിപ്പോൾ. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഉപ്പിട്ടൊക്കെ കഴിക്കിയതിന് ശേഷം ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റിൽ ഇങ്ങനെ മുക്കി കഴിച്ചു. ഞാൻ മുന്നേ ഇത് ആക്ച്വലി റീൽസിലൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരുന്നു കഴിച്ചു നോക്കണമെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു. ഈ സ്ട്രോബെറിയുടെ കുഴപ്പമാണോ എന്നറിയില്ല. പിന്നെ രാത്രി ഞാനൊരു മസാല ദോശ കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ കഴിച്ചുള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.